78ാമത് സ്വാതന്ത്ര്യ ദിനമാണ് നാളെ ഓഗസ്റ്റ് 15. നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഒന്ന് ഇറങ്ങി അവരുടെ സ്വാതന്ത്ര്യദിന ചിന്തകളെക്കുറിച്ച് അറിയാം എന്ന് കരുതിയാണ് ഞാനും വിപിനും ഇറങ്ങിയത്. എന്തായാലും തിരുവനന്തപുരത്തെ മാനവീയം വീഥി, ഇത് നമുക്കറിയാം, തിരുവനന്തപുരത്തെ യങ്സ്റ്റേഴ്സ് അവരുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ ആദ്യം തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണെന്ന് തോന്നി. ഇവിടെ വന്നപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കണ്ടു. വളരെ പ്രസരിപ്പോടുകൂടി അവരിയ്ക്കുകയാണ്. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഓളം മ്യൂസിക് ബാൻഡിൻ്റെ അംഗങ്ങളാണ്. അവരെല്ലാ ദിവസവും ഇവിടെ കൂടാറുണ്ട്. വയനാട് ദുരന്തത്തിൽ പോലും അവരുടേതായ കോൺട്രിബ്യൂഷൻസും ഒക്കെ ഉണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ഞാൻ വാചാലയാകുന്നതിനേക്കാളും അവർ പറയുന്നതാണ് നല്ലത്. മാലിന്യരഹിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ബാധിക്കാത്ത, എല്ലാവരും ഒരുപോലെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത, മറ്റൊരുവന്റെ സ്വാതന്ത്ര്യം ഹനിക്കാത്ത ഒരു ഭാരതത്തിനു വേണ്ടി ഇവർ പാടുകയാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയിൽ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തണലു കാട്ടിന് തപസ് അണിഞ്ഞൊരു മലകളും ദാഹനീരും, നാവു നീട്ടി വരണ്ട പുഴകൾ സർവവും കാറ്റിൽ വേർപെടക്കി. എന്തായാലും ഓളം എന്ന് പറയുന്ന ഈ ടീമിൽ എല്ലാ തലമുറയിൽപ്പെട്ടവരുമുണ്ട്. എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മളെല്ലാവരും ആസ്വദിക്കുന്നുണ്ട്? ഇപ്പോൾ കുറച്ച് കൂടുതലായി നമ്മൾ അതായത് ധൈര്യത്തോടു കൂടി നമ്മുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇത്രയും കാലം നമ്മളിപ്പം, എനിക്ക് തോന്നുന്നു അങ്ങേക്കൊരു 45-നുള്ളിലായിരിക്കാം പ്രായം. അപ്പോൾ ആ 45 വർഷത്തിൽ ഉള്ള ഒരു സ്വാതന്ത്ര്യവും ഈ വർഷത്തെ ഈ ഒരു വർഷത്തിലുള്ള സ്വാതന്ത്ര്യവും അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു? ഈ വർഷത്തെ സ്വാതന്ത്ര്യം ഒരു വയനാടുള്ള ദുരന്തവും അതൊരു ഇതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇന്നത്തെ മുൻപുള്ള, അതായത് കുറേ നാളുകൾക്ക് മുൻപുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഉള്ള സ്വാതന്ത്ര്യം, ഇന്ന് നമ്മുടെ രാജ്യത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ആത്മാർത്ഥമായി അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടിയും ചെയ്യാൻ സാധിക്കുന്നു എന്ന് വിപിൻ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ വിശ്വാസമുണ്ട്, പല രീതിയിലുമുണ്ട്. പക്ഷേ ഇപ്പോഴും പൊളിറ്റിക്കലി കുറേ കാര്യങ്ങളുണ്ട് സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്. ഒരു നൈറ്റ് ലൈഫ് എന്ന പരിപാടിയിൽ മുഖേനയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് എനിക്കൊരു സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാനവീയം വീഥി എന്നുള്ള പൊതുയിടത്തോട് ഞാൻ വരുന്നത്. അതേപോലെ എല്ലാവർക്കും വരാം, എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നിൽക്കാം, ബന്ധപ്പെടാം. പക്ഷേ ഇതിൻ്റെ അകത്തും ഒരു പൊളിറ്റിക്സ് വരുന്നുണ്ട്. അത് ചില രാഷ്ട്രീയമായി വരുന്ന ഒരു പൊളിറ്റിക്സ് കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കുറേ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ പലവർക്കും. അത് പല രാഷ്ട്രീയ സംഘടനകൾ ഇതിൻ്റെ അകത്ത് വരുന്ന, രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരുണ്ട്, പല പോസ്റ്റുകളിലിരിക്കുന്നവരുണ്ട്. പക്ഷേ അതെല്ലാം ഒരു പരിധി വരെ ഇതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതും ഒരു സ്വാതന്ത്ര്യക്കുറവാണ് എല്ലാവർക്കും. ഇപ്പം നമ്മളിപ്പം ഒരാളടുത്ത് ഇവിടെ നിൽക്കുന്നു, അത് ചോദ്യം ചെയ്യാൻ ആർക്കും റൈറ്റില്ല. അത് നിയമപാലകനായാലും, അത് നൈറ്റ് ലൈഫ് എന്നും പറഞ്ഞ് നമുക്ക് തുറന്നു തന്നൊരു വീതിയാണ് മാനവീയം വീഥി. ആ വീതിക്ക് നമ്മളൊരു 10 മണിക്ക് ശേഷം, ഒരു 1 മണിക്ക് 11 മണിക്ക് ശേഷം നിന്നിട്ട് നിൽക്കുമ്പം എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു കാര്യമാണ്. രണ്ടാമത് നമ്മളെ നിയമപാലകർ തന്നെ അതിന് നെഗറ്റീവ് മൈൻഡിൽ എടുത്ത്, ആ നിൽക്കുന്നതിന് നെഗറ്റീവ് മൈൻഡിൽ എടുത്തിട്ട് നമ്മളെ ചോദ്യം ചെയ്യുന്നുണ്ട്, നമ്മളെ ഹറാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും നൈറ്റ് ലൈഫ് ഇങ്ങനെ തുറന്ന് തന്നിട്ട് നമ്മുടെ തന്നെ കാണിക്കും. ഇപ്പോഴത്തെ ഒരു യുവജനങ്ങൾക്ക് അത് ഏത് സെൻസിലെടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്. അതുപോലെ പല പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. നൈറ്റ് ലൈഫാണ്, സ്വാതന്ത്ര്യമാണ്, എല്ലാം തന്നിട്ടും അതിനും ഒരു വ്യക്തി കൈകടത്തി സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നുണ്ടെന്ന് വിഷമമുണ്ട് അതിൽ. లో బల్లమ్మ లో బల్లమ్మ ఏల తండి ఏలేలో బల్లమ్మ లో బల్లమ్మ ఓ బల్లయ్య ఏలేలే గరవల్లయ్య గరవల్లయ్య పట్టినమా ఏలేలే జిరికుడంబే జిరికుడంబే వానవలే ఏలేలే వీసివాడా వీసివాడా ആരുടെയും ഇലയിലേ തുണയുമില്ലേ അതുണയുമില്ലേ ഓ വല്ലമ്മ ലോ വേലേ ലോ വല്ലമ്മ ലോ വേലമ്മ ഏല തണ്ടി ഇലയിലേ ലോ വല്ലമ്മ ലോ വല്ലമ്മ എണ്ണമുള്ള ഇലയിലേ എണ്ണങ്ങായേ എണ്ണങ്ങായേ ചിരിച്ചി തണ്ടി
തണ്ടേ എലേലേ ലഗങ്ങാതെ 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 എലേലേ എങ്ങളെയും ആരുടെയും എലേലേ തുണയുമില്ലേ തുണയുമില്ലേ ലോവല്ലമ്മ ലോവേലേ ലോവല്ലമ്മ ലോവേലമ്മ ഏല തണ്ടി എലേലേ ലോവല്ലമ്മ ലോവേലമ്മ ലോവല്ലമ്മ ലോവേലേ ലോവല്ലമ്മ ലോവേലമ്മ ഏല തണ്ടി എലേലേ ലോവല്ലമ്മ ലോവേലമ്മ 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 മാനവീയത്തിൻ്റെ തെരുവുകളിൽ ഇവർ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. ഇവരെല്ലാവരും അവരുടേതായ മറ്റൊരു ജോലി ചെയ്യുന്നവരാണ്. ആ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ അവരവരുടേതായ ഇൻട്രസ്റ്റുകൾ അവർ ഇവിടെ മാനവീയത്തിൻ്റെ ഈ തെരുവിൽ വന്നിരുന്ന് അവർ പങ്കുവെക്കുന്നു. മാനവീയത്തിൻ്റെ തെരുവിൽ സ്വാതന്ത്ര്യം ഒരിക്കലും ദുർവിനിയോഗം ചെയ്യപ്പെടുന്നില്ല. ഇവിടെ നല്ല രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ കൊണ്ടാടുന്ന ചെറുപ്പക്കാരുണ്ട്. അവരാണ് ഇവരെല്ലാം. എന്തായാലും നാളെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുമ്പോൾ മറ്റൊരുവൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കാതെ നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ സ്വന്തം ജീവിതത്തിൽ സന്തോഷവും സ്വാതന്ത്ര്യവും കണ്ടെത്താൻ സാധിക്കട്ടെ. തിരുവനന്തപുരത്തെ ചെറുപ്പക്കാർ സ്വതന്ത്രമായി വിഹരിക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ ഈ സ്വതന്ത്ര വീഥി മാനവീയം പലപ്പോഴും മോശമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മോശമായ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ പലർക്കും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ നല്ല സൗഹൃദങ്ങളുണ്ട്, നല്ല പ്രവൃത്തികളുണ്ട്, നല്ല കൂട്ടായ്മകളുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ അവരുടെ ദിവസങ്ങൾ, അവരുടെ സമയം ഒക്കെ ചെലവഴിക്കുന്നുണ്ട്. മാനവീയത്തിലേക്ക് ഒരു തവണ പോലും കടന്നു വരാത്ത പലരും പുറത്തുനിന്ന് മാനവീയത്തിൽ മോശമായ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് ആക്ഷേപിക്കാറുണ്ട്. അവരോടാണ് ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ വന്ന് കാണുക, ഈ നല്ല ചെറുപ്പക്കാരുടെ കൂട്ടായ്മ കാണുക, അവർ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണുക. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ.